മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവസ്നേഹം ഒരു വ്യക്തിയിൽ വരുത്തുന്ന സവിശേഷമായ മാറ്റങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തങ്ങളുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന ഷാർജ നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഈ സഹോദരങ്ങളുടെ അനുഭവ സാക്ഷ്യം നമുക്ക് ശ്രവിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബീനാമോൾ ബിനു. ഞാൻ ഷാർജ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഇവിടെ ഹസ്ബൻഡും 3 കുട്ടികളുമായിട്ട് ജീവിക്കുന്നു. നാട്ടിൽ കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളി ഇടവാംഗമാണ്. എൻ്റെ പേര് അൻസോൾ സിബി. ഞാൻ സ്കൂൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനും ഹസ്ബൻഡും ഞങ്ങൾക്ക് 3 മക്കൾ. നാട്ടിൽ ഞങ്ങൾ പിറവത്താണ്. ബീന സിസ്റ്റർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ റാപ്പിഡ് റെസ്പോൺസ് ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. സിസ്റ്ററിന് ആ തിരക്കുള്ള ഡ്യൂട്ടിയുടെ ഇടയിലും ഈശോയെ പങ്കുവെച്ച് കൊടുക്കാൻ പറ്റാറുണ്ടോ പേഷ്യൻസിനൊക്കെ? ഉറപ്പായിട്ടും അൻസോൾ, എല്ലാ ദിവസവും തന്നെ നമ്മൾ അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഇത് ചോദിച്ചപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹം ഒരിക്കൽ കൂടി അനുഭവിച്ച ഒരു നിമിഷം ഞാൻ അൻസോളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു ദിവസം ICUവിലായിരുന്ന സമയത്ത് ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിൽക്കുവാണ്. ഞാൻ നോക്കുമ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ മോണിറ്റർ ഭയങ്കരമായിട്ട് അലാം അടിച്ചുകൊണ്ടിരിക്കുന്നു. ഹാർട്ട് റേറ്റ് ആണെങ്കിൽ 50 മുതൽ 150 വരെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് സ്റ്റാഫിൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോൾ ആ സ്റ്റാഫ് പറഞ്ഞു, ചേച്ചി 2 ദിവസമായിട്ടും ഈ പേഷ്യൻറ്റിൻ്റെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ്, വളരെ ക്രിട്ടിക്കലാണ്, ഹാർട്ട് റേറ്റ് എല്ലാം ഇങ്ങനെ തന്നെയാണ്. അവർ ഓൾറെഡി ഡോക്ടറിനെ ഇൻഫോം ചെയ്തു, കൊടുക്കാവുന്ന മെഡിസിൻസ് എല്ലാം കൊടുത്തു എന്ന് പറഞ്ഞു. അവർ ഏതൊരു സിറ്റുവേഷനും ഫേസ് ചെയ്യാനായിട്ട് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ നിമിഷം ഞാൻ വിചാരിച്ചു ഈ ആൻറ്റിയുടെ അടുത്ത് കയറിയിട്ടൊന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അവിടെ കയറിയിട്ട് ഞാൻ ആൻറ്റിയുടെ കയ്യെ പിടിച്ചു. എൻ്റെ പോക്കറ്റിലിരുന്ന ആ കൊന്തയെടുത്തു. അതേസമയം എൻ്റെ ഫോണും ഞാൻ എടുത്തു. എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, ആ നാളുകളിലൊക്കെ ഞാൻ ദിവ്യകാരുണ്യ ഈശോയുടെ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു ആത്മാവിൻ്റെ പ്രചോദനം ഉണ്ടായത്, ആ ദിവ്യകാരുണ്യ ഈശോയെ എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ആ വീഡിയോയുടെ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്ത് ദിവ്യകാരുണ്യ ഈശോയുടെ ആ സക്രാരിയിലിരിക്കുന്ന ഈശോയുടെ ആ ഫോട്ടോ വരുന്ന സ്ഥലം എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ആഴമേറിയ വിശ്വാസത്തോടു കൂടി ഇന്നും ജീവിക്കുന്ന യേശു ആ ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനാണെന്നുള്ള ഉറപ്പായ ബോധ്യത്തോടു കൂടി ആ ഫോൺ എടുത്തിട്ട് ആൻറ്റിയുടെ നെറ്റിയിലേക്ക് വെച്ചു. എന്നിട്ട് ഞാൻ ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. കൂടെ ഒരു സിസ്റ്ററും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ തന്നെ അത്ഭുതം എന്ന് പറയട്ടെ, ആ ഈശോയുടെ ഇടപെടൽ പെട്ടെന്നുണ്ടാവുകയായിരുന്നു. 50 മുതൽ 150 വരെ ഹാർട്ട് റേറ്റ് പോയിക്കൊണ്ടിരുന്ന ആ ഹാർട്ട് റേറ്റ് പെട്ടെന്ന് പിടിച്ചു കെട്ടിയതുപോലെ 62 എന്ന പോലെ അവിടെ നിശ്ചലമായിട്ട് നിൽക്കുകയായിരുന്നു. അന്ന് മാത്രമല്ല, പിന്നീട് ഞാനത് നിരീക്ഷിക്കുകയുണ്ടായി. ആൻറ്റി അവിടെ 2 മാസത്തോളം ഉണ്ടായിരുന്നു. ആ 2 മാസക്കാലത്തോളവും പിന്നീട് ആ മോണിറ്റർ ഒരിക്കലും അലാം അടിച്ചുകൊണ്ടിരിക്കുന്നില്ലായിരുന്നു. നമുക്കറിയാം ICUവിലൊക്കെ ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിന് അബ്നോർമൽ റീഡിങ് വരുമ്പോഴേ അത് അലാം അടിക്കുമല്ലോ. പക്ഷേ ഈ ആൻറ്റിയുടെ ഒരിക്കൽ മാത്രം ഇങ്ങനെ പേഷ്യൻ്റെ ഹാർട്ട് റേറ്റ് നിന്ന് പോയി. ആ സമയത്ത് മാത്രമാണ് പിന്നീട് അലാം അടിച്ചത്. ആൻറ്റി എന്നിട്ട് ബെറ്ററായി പോയോ? ദൈവഹിതം എന്ന് പറയട്ടെ, ആൻറ്റി 2.5 മാസങ്ങൾക്ക് ശേഷം മരിക്കുകയായിരുന്നു. മരിച്ചെങ്കിലും എനിക്ക് ഒരു സന്തോഷമുള്ള കാര്യമെന്ന് പറയാനായിട്ട് ആൻറ്റി എനിക്ക് നന്നായിട്ട് മരണത്തിലേക്ക് ഒരുക്കാനായിട്ട് സാധിച്ചു. ആൻറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് അന്വേഷിച്ച് പറഞ്ഞു, ആൻറ്റി എന്നും ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുന്ന ഒരു മകളായിരുന്നുവെന്ന്. ഒരു ദിവസം ഞാനിങ്ങനെ ആൻറ്റിക്ക് ഫോണിൽ ആരാധനയും കുർബാനയും ഒക്കെ ഇട്ട് കൊടുത്തിരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ആൻറ്റിയുടെ കണ്ണുകൾ ആ കുർബാനയിലേക്ക് നോക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എനിക്ക് ഈ ആൻറ്റിയിലേക്ക് എങ്ങനെ സുവിശേഷം എത്തിക്കാൻ സാധിക്കും. അന്ന് മുതൽ ഞാൻ ചിന്തിച്ചു. ഉടൻ തന്നെ ഞാൻ ഒരു സ്പീക്കർ വാങ്ങി അതിൻ്റെ അകത്ത് പാട്ടുകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് കുർബാനയും ആക്കി അവിടെ കൊണ്ടുപോയി വെച്ചു. അന്ന് എനിക്കൊരു നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ആ നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്ത് തന്നെ 2 കുർബാനയും പാട്ടും എല്ലാം ആൻറ്റി കേട്ടു. നെക്സ്റ്റ് ഡേയിൽ ആഫ്റ്റർനൂണിൽ ആൻറ്റി മരിക്കുകയായിരുന്നു.
പക്ഷെ ആൻറ്റിയെ നന്നായിട്ട് ഒരുക്കി വിടാൻ പറ്റി. അതെ അതെ, അതൊരു വലിയ ഉറപ്പായിട്ടും. ദൈവാനുഗ്രഹം. അതെ, ഉറപ്പായിട്ടും. അൻസോളിൻ്റെ ജീവിതത്തിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കർത്താവ് ഇടപെട്ട നിമിഷങ്ങൾ, എനിക്കറിയാം അൻസോൾ ഒരു സ്കൂൾ നഴ്സാണ്, കുട്ടികളുടെ ജീവിതത്തിൽ അങ്ങനെ ഇടപെട്ട ഏതെങ്കിലും നിമിഷങ്ങളെ പറ്റി ഒന്ന് പറയുമോ? നമ്മൾ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഹോസ്പിറ്റൽ സെറ്റപ്പിൽ നിന്ന് വരുന്ന ഒരു 90-95% കേസും ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വരുന്നവരാണ്. പേരൻസ് എല്ലാം തിരക്കിട്ട് ഓട്ടത്തിലാണ്. അപ്പോൾ ആർക്കും മക്കളുടെ അടുത്തിരുന്നൊന്നും സംസാരിക്കാനോ ഒന്നും ടൈം കിട്ടാറില്ല. അപ്പം മോസ്റ്റ് ഓഫ് ദം വരുന്നത് എൻ്റെ അടുത്തിരുന്നൊന്നും സംസാരിക്കാൻ ആദ്യമൊന്നും ഓപ്പൺ അപ്പ് ചെയ്യില്ല, പക്ഷേ അവരുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പം അവരൊത്തിരി വെന്റിലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നൊരു കാര്യം, ഒരു മോള് ഹെഡേക്ക് എന്ന് പറഞ്ഞ് വന്നിരുന്നു. സാധാരണ നമ്മൾ ഹെഡേക്കായിട്ട് വരുന്ന കുട്ടികൾക്ക് പനി നോക്കും, ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കാൻ അലൗഡാണ്, സിറപ്പോ അല്ലെങ്കിൽ ടാബ്ലറ്റ് നമുക്ക് കൊടുക്കാം പേരൻസിനെ ഇൻഫോം ചെയ്തിട്ട്. അന്ന് ഈ മോള് വന്നപ്പോൾ ടെമ്പറേച്ചറൊക്കെ നോർമൽ ആയിരുന്നതുകൊണ്ട് ഞാൻ ഇത്തിരി വിക്സ് അപ്ലൈ ചെയ്തിട്ട് അവളെ തിരിച്ച് ക്ലാസ്സിലേക്ക് വിട്ടു. പിറ്റേന്നും ഈ മോള് വന്നു. അപ്പോൾ വീണ്ടും വന്നതുകൊണ്ട് ഞാൻ BP ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ 130/90 ആയിരുന്നു BP. അപ്പോൾ തന്നെ ഞാൻ പേരൻസിനെ ഇൻഫോം ചെയ്തു, വീട്ടിൽ തിരിച്ച് വിട്ടു. അവർ ആ ഡേയിൽ തന്നെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ തന്നെ 130/94 ആയിരുന്നു BP. അവർ ഒബ്സർവേഷനിൽ വെച്ചിട്ട് 1 വീക്ക് കഴിഞ്ഞ് BP റീഡിങ്ങുമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 2 വീക്ക് ഈ കുട്ടി ക്ലിനിക്കിൽ വരുമ്പോഴൊക്കെ BP ഹൈ ആയിരുന്നു. അവർ ഡിഫറെൻറ്റ് ഡോക്ടേഴ്സിനെ, കാർഡിയോളജിസ്റ്റിനെ കാണിച്ചു, ഇൻറ്റേർണൽ മെഡിസിൻ കാണിച്ചു, അങ്ങനെ പല ഡോക്ടേഴ്സിനെ അവർ മാറി മാറി കാണിച്ചു. കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, കുറേ ഇൻവെസ്റ്റിഗേഷൻസ്, റിപ്പോർട്ട്സ് എല്ലാം നോർമലാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തു, ഈ കുട്ടിയെ പഠിപ്പിക്കണമെന്നാണ് പേരൻസ് പറയുന്നത്, കാരണം റിപ്പോർട്ട്സ് എല്ലാം നോർമലാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു അണ്ടർടേക്കിംഗ് ലെറ്റർ വാങ്ങിച്ചു. എന്തെങ്കിലും സംഭവിച്ചാലും സ്കൂൾ റെസ്പോൺസിബിൾ അല്ല എന്നുള്ള രീതിയിൽ ഒരു ലെറ്ററാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരു ദിവസം വന്നപ്പോഴും BP ഇങ്ങനെ ഹൈ ആയിരുന്നു. ക്ലാസ്സിലേക്ക് വിട്ടോളാൻ പറഞ്ഞു പേരൻസും പ്രിൻസിപ്പാളും പറഞ്ഞു. ഇവളെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞ് ഇവളെ എന്നും നോക്കിയാലും BP ഇങ്ങനെ ഹൈ ആയിട്ട് കണ്ടപ്പോൾ ഈശോയ്ക്ക് എന്തെങ്കിലും ഒരു പദ്ധതി കാണും ഈ കുട്ടിയിൽ എന്നോർത്തിട്ട് ഞാൻ ഇവളെ, അതുവരെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ചിന്തയൊന്നും എൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടില്ല. ഞാൻ ഈ കുഞ്ഞിനെ സമർപ്പിച്ച് ദിവ്യകാരുണ്യം ഈശോയിൽ കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിറ്റേന്ന് ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാൻ സാധാരണ ഇവളെ കാണുമ്പോഴേ എനിക്ക് ടെൻഷനാണ്, ഇത്രയും BP ആയിട്ടാണ് ഇവൾ വരുന്നത്. പക്ഷേ അന്ന് ഞാൻ ഒരുങ്ങിയാണ് ഇരിക്കുന്നത്, കാരണം എനിക്കറിയാം ഈശോ ആഗ്രഹിക്കുന്നുണ്ട് എന്തോ ഒന്ന്, എന്താണെന്ന് എനിക്കറിയില്ല. അന്ന് അവൾ വന്നിരുന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ക്ലിനിക്കിൽ. അവളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് തിരക്കൊക്കെ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ അവളുടെ അടുത്ത് ഞാൻ സംസാരിച്ചു. അന്ന് അവൾ ആദ്യം പറഞ്ഞു എനിക്ക് യാതൊരു ടെൻഷൻ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ കുറേ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ടെൻഷനാണ്, അങ്ങനെ കുറേ ആങ്സൈറ്റി കാര്യങ്ങളെല്ലാം അവളുടെ എൻ്റെ അടുത്ത് പറഞ്ഞു. കുറേ സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്, നിൻ്റെ പേരൻസിന് ടീച്ചേഴ്സിനൊക്കെ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്, പക്ഷേ നീ വിളിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന് നിൻ്റെ അടുത്ത് ഏത് മൊമെൻറ്റിലും കടന്നു വരാൻ പറ്റുന്ന ഒരു ദൈവമാണ്, എപ്പോഴും നിൻ്റെ കൂടെയുള്ള ദൈവമാണ്, ആ ദൈവത്തിന് നിൻ്റെ ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് എല്ലാ ദിവസവും നീ എഴുന്നേൽക്കുന്നതേ ഐ ആം പ്രഷ്യസ് എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോരാവുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു അക്കാഡമിക് ഇയർ കഴിഞ്ഞു, പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തു. അവൾ വരുന്നുണ്ട്, അവൾക്ക് യാതൊരുവിധ കുഴപ്പങ്ങളോ ഒരു ഹെഡേക്കോ അങ്ങനെ യാതൊരുവിധ കംപ്ലൈൻറ്റും ആയിട്ട് ഇന്ന് വരെ വന്നിട്ടില്ല, മിടുക്കിയായിട്ട് പഠിക്കുന്നു. അങ്ങനെ ഒരു അതെ അൻസോൾ, ശരിക്കും നമ്മുടെ ഈ നഴ്സിംഗ് ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അത്ര വലുതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇത് പറഞ്ഞപ്പോൾ ഞാൻ 2 കാര്യങ്ങളും കൂടി ഓർക്കുകയായിരുന്നു. ഞാനിങ്ങനെ ഒരിക്കൽ എമർജൻസിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കുട്ടി, 7 വയസ്സുള്ള ഒരു കുട്ടിയെ എൻ്റെ പേരൻറ്റ് കൊണ്ടുവന്നു. ആ പേരൻറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സിസ്റ്റർ ഒന്നും എൻ്റെ മോനെ നോക്കാവോ, 5 മണിക്കൂറായി കൊച്ചു മൂത്രം ഒഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഈ കുട്ടിയുടെ ജീൻസ് കട്ട് ചെയ്ത് വിട്ടിരിക്കുമായിരുന്നു. അവൻ്റെ മൂത്രം ഒഴിക്കുന്ന ആ ഭാഗത്ത് സിബ് ഉടക്കിയിട്ട് ആ ഭാഗം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് എന്തെന്ന് പറയുന്ന പോലെ സാധാരണ ചെയ്യുന്നത് പോലെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊന്ത കയ്യിലെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഉറക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് മനസ്സുകൊണ്ട് എൻ്റെ ഈശോയെ നീ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെയും എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരുടെയും അവരുടെ സാക്ഷ്യ ജീവിതത്തിന് വേണ്ടി അവർ കർത്താവിൽ കൂടുതൽ വിശ്വസിക്കാൻ വേണ്ടി കർത്താവ് ഇത് നിൻ്റെ നാമത്തിൽ ഇത് സാധിക്കണേ സിബ് ഊരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതേസമയം അവിടെ നിൽക്കുന്ന അവരുടെ പേരൻസും എൻ്റെ കൂടെ തന്നെ ഹല്ലേലൂയ പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ ജസ്റ്റ് ആ സിബ് ഒന്ന് ഊരാനായിട്ട് ട്രൈ ചെയ്യുമ്പം അത് ഓപ്പണായിട്ട് വന്നു. അങ്ങനെ ആ പേരൻസിന് ഒത്തിരി സന്തോഷമായി. അത് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഈ കുട്ടിയെ ശരിക്കും വന്നിട്ട് 5 മണിക്കൂറായി. എമർജൻസി ഡോക്ടർ ഇത് ഊരാനായിട്ട് ട്രൈ ചെയ്തിട്ട് ഡോക്ടറിനെ കൊണ്ട് അത് സാധിച്ചില്ല. അതെ അതെ, അത് പിന്നെ അവർ ഓപ്പറേഷൻ തിയേറ്ററിലെടുത്ത് സെഡേഷൻ കൊടുത്ത് റിമൂവ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഒരു കേസാണെന്ന് ഓർക്കുകയായിരുന്നു.
അതുപോലെ തന്നെ മറ്റൊരു അനുഭവം കൂടിയുണ്ട്. ഞാനിങ്ങനെ എമർജൻസിയിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ കയ്യിൽ റിങ് ഇട്ടിട്ട് അത് ഊരാൻ വയ്യാതെ ബുദ്ധിമുട്ടി വരും. അവിടെ അത് എടുക്കുക എന്ന് വെച്ചാൽ കുറേ പേയ്മെൻ്റ് ആവുന്ന സിറ്റുവേഷൻ ആയിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ തിരിച്ചു പോകും. അന്നേരം ഞാൻ അവരെ പതുക്കെ വിളിച്ചിട്ട് പറയുമ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറയും. അങ്ങനെ വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തിയിട്ട് അവർക്കത് ഊരി കൊടുക്കുക. അപ്പോൾ ആ കൂടെ ആരെങ്കിലും മറ്റു സിസ്റ്റർമാരും ഉണ്ടാകും. അപ്പം ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഈ കൂടെയുള്ള ആൾക്കാരുടെയും വിശുദ്ധി, അവരും കൂടുതൽ ഈശോയെ അറിയാനുള്ളൊരു സാഹചര്യമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഈശോയെ നിൻ്റെ നാമ മഹത്വത്തിനായിട്ട് ഇവരുടെ സാക്ഷ്യത്തിനായിട്ട് ദൈവമേ ഇത് സാധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് ഊരും അങ്ങനെ അത് സാധ്യമാകും. അങ്ങനെ കുറേ ആൾക്കാർക്ക് ഊരി കൊടുക്കാൻ ദൈവകൃപയാൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റർ നേരത്തെ കുട്ടിക്കാലം മുതലേ എങ്ങനെ ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതമായിരുന്നോ? ശരിക്കും അൻസോൾ, ദൈവകൃപ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. എല്ലാം ദൈവ അനുഗ്രഹം എന്ന് പറയട്ടെ. ചെറുപ്പകാലം മുതലേ ഞാൻ നല്ല ദൈവഭക്തിയിലും ദൈവസ്നേഹത്തിലും ഒക്കെ വളർന്നു വന്നതായിരുന്നു. അതിലേറെ എനിക്ക് പറയാനുള്ളത് പ്രാർത്ഥനയുടെ കാര്യം. കുഞ്ഞുനാളി മുതൽ തന്നെ ഞാൻ റൂമിൽ കയറി കതക് അടച്ചിരുന്നിട്ട് ആഴമായ രീതിയിൽ ദൈവത്തോട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആ സ്നേഹം രുചിച്ചറിഞ്ഞാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോഴും പിന്നെ സഹോദരങ്ങളൊക്കെ ആണെങ്കിലും വഴക്കിടുമ്പോഴും എൻ്റെ മനസ്സിലൊന്ന് മാത്രമേ ഉള്ളൂ, ഒരു ചെകിട്ട് അടിക്കുന്നവന് മറ്റേ ചെകിട്ട് കൂടി കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് വളർന്നു വന്നത്. അൻസോള് എങ്ങനെ അൻസോളിൻ്റെ ചെറുപ്പകാലം? ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു എൻ്റെ കുട്ടിക്കാലം. ഞാനങ്ങനെ ഈശോയുടെ അടുത്ത് ചേർന്ന് ജീവിച്ച ആളല്ല. കാരണം ഞാൻ എൻ്റെ അമ്മ വീട്ടിലായിരുന്നു. ആ സമയത്ത് ചാച്ചൻ വഴക്ക് പറയും, അതുകൊണ്ട് പേടിച്ചിട്ട് കുരിശ് വരയ്ക്കാനിരിക്കുന്ന ആളായിരുന്നു ഞാൻ. പിന്നെ അങ്ങനെ കുട്ടിക്കാലം എൻ്റെ ഈശോയോട് ചേർന്നല്ല. ബൈബിൾ അങ്ങനെ വായിക്കില്ല. പിന്നെ മമ്മിയുടെ മൂത്ത ആങ്ങളുടെ വൈഫ് പറഞ്ഞിട്ട് ഞാൻ ജപമാല ചൊല്ലി തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ മാരേജ് കഴിഞ്ഞു. നേഴ്സിംഗ് കഴിഞ്ഞ് ഉടനെ തന്നെ മാരേജ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ജോയിൻറ്റ് ഫാമിലിയാണ്. ഹസ്ബൻഡിൻ്റെ ഫാമിലി, ബ്രദേഴ്സും വൈഫ് എല്ലാവരും ഉണ്ട് ഇവിടെ. ഞങ്ങൾ 20 പേരുണ്ട്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ടും എനിക്ക് മാത്രമേ ജോലിയുള്ളൂ. അപ്പോൾ ഞാനൊരാൾ വർക്ക് ചെയ്യുമ്പം അതിൻ്റേതായ അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. നമ്മുടെ അഹങ്കാരവും ഇങ്ങനെ പോകുന്ന ഒരു സമയത്ത് ഞാൻ മത്തായി 7:3 ഈശോ നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അന്ന് ആ അഹങ്കാരത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണിലെ തടിക്കഷ്ണം കാണാതെ പോയി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ജോയിൻറ്റ് ഫാമിലിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2018 ഞാനൊരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു പോയി കിടന്നതാണ്. ഒരു 3 അവർ ഉറങ്ങിക്കാണും. അത് കഴിഞ്ഞ് എനിക്ക് കട്ടിലേൽ നിന്ന് എണീക്കാൻ പറ്റണില്ല. ഒരു സിറ്റിംഗ് പൊസിഷനിലേക്ക് വരാനേ പറ്റുന്നില്ല. ഒരു 45 ഡിഗ്രി വരുമ്പോഴത്തേക്കിനും സിവിയർ പെയിൻ, ഒരു ബ്രീത്ത് എടുക്കുമ്പോൾ തന്നെ നല്ല ബാക്ക് പെയിനാണ്. അന്ന് ഞാൻ മനസ്സിലാക്കി മനുഷ്യൻ്റെ അഹങ്കാരമൊക്കെ ഒരു നിമിഷം കൊണ്ട് തീരുന്നതാണ് അന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ റെസിഗ്നേഷൻ, എനിക്ക് എന്തായാലും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അവർ 5 days സിക്ക് ലീവ് തന്നു വിട്ടു. വീണ്ടും റെസിഗ്നേഷൻ കൊടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് 30 days സിക്ക് ലീവ് തന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. എനിക്ക് ബെറ്ററായി. അത് കഴിഞ്ഞിട്ട് 2019 നവംബറിൽ ആനുവൽ ലീവ് വരുന്ന സമയത്ത് ഇതിനോടൊക്കെ ഞാൻ നേഴ്സസ് മിനിസ്ട്രിയെക്കുറിച്ച് അറിഞ്ഞു. ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നറിഞ്ഞ് ഞാൻ ആ ഗ്രൂപ്പിൽ ചേർന്നിരുന്നു. ഞാൻ മീറ്റിങ്ങിനൊന്നും വരാറില്ല, കൂടുതലായിട്ട് എനിക്കറിയില്ല. അപ്പം ഇതിൽ പ്രെയർ റിക്വസ്റ്റ് വരുമ്പം നമ്മൾ പ്രെയർ റഷേഴ്സ് ഹാൻഡ് റേസ് ചെയ്തൊക്കെ കാണുമ്പോൾ ഇതെന്തൊരു ശല്യമാണ്, വേണ്ടായിരുന്നു, ഇതിൽ കയറണ്ടായിരുന്നു എന്ന് പലപ്പോഴും ഓർത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴോ ദാനിയേൽ അച്ഛൻ്റെ ടോക്ക് കേൾക്കാൻ തുടങ്ങി. കൂടെയുള്ളൊരു സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു അച്ഛനുണ്ട്, അച്ഛൻ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ ബൈബിൾ വായിച്ചു തുടങ്ങി. ശരിക്കും ബൈബിൾ വായിക്കാൻ ഞാൻ എന്ന് തുടങ്ങിയോ അന്ന് തൊട്ടാണ് എൻ്റെ ജീവിതം മാറി തുടങ്ങിയത്. അപ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ആ വരുന്ന വെക്കേഷനിൽ എനിക്കൊരു ധ്യാനം കൂടണം എന്നൊരാഗ്രഹം വന്നു. വെറുതെ അങ്ങ് കൂടിയാൽ പോരാ, ഇത്തിരി ഒരുക്കത്തോടു കൂടി സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് തീർത്തിട്ട് കൂടണം എന്നൊരു ചിന്ത. അതുപോലെ ആ ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേക്കിനും കരുണയുടെ ജപമാല 33 കരുണക്കൊന്ത ഒരു ദിവസം എത്തിക്കണം, ഇങ്ങനെ ഒരു തോന്നൽ വന്നതുകൊണ്ട് ഞാൻ ചെയ്തു തുടങ്ങിയതാണ്. അപ്പം തീരുന്നില്ല, എനിക്ക് ധ്യാനത്തിൻ്റെ ദിവസങ്ങൾ അടുത്ത് വരുന്നിട്ടും തീരുന്നില്ല. അപ്പം ഞാൻ ഫ്ലൈറ്റിലിരുന്നും മറ്റുള്ളവർ നോക്കട്ടെ, കാരണം ഓരോ ദിവസം വായിക്കുമ്പോഴും വീണ്ടും വീണ്ടും ഞാൻ നേരം പോകുന്നത് അറിയുന്നില്ല. അങ്ങനെ ഞാൻ വായിക്കാൻ തുടങ്ങി. ഫ്ലൈറ്റിലിരുന്നും ഞാൻ വായിച്ചു. ധ്യാനത്തിന് കയറുന്നതിന് മുന്നേ ബൈബിൾ വായിച്ച് തീർത്തു. ഈ കരുണക്കൊന്തയൊക്കെ ചൊല്ലി ഞാൻ ധ്യാനത്തിന് കയറി. അവിടെ വെച്ച് ആരാധന, കൗൺസിലിംഗ് ഉണ്ട്, കുമ്പസാരം എല്ലാം കഴിഞ്ഞിട്ട് ആരാധന നടക്കുകയാണ്.
ആ സമയത്ത് എല്ലാവരും ഈശോയെ കൈയൊക്കെ പൊക്കി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൈ പൊങ്ങണില്ല, എൻ്റെ നാവ് അനങ്ങുന്നില്ല. എനിക്ക് ഈശോയെ സ്തുതിക്കണം, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ അച്ഛൻ വിളിച്ചു പറയുകയാണ്, മാതാപിതാക്കളോട് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു മോള് ഈശോയെ സ്തുതിച്ച് ആരാധിക്കാൻ പറ്റാതെ ഇവിടെ നിന്ന് വിഷമിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു മിന്നൽ വരണ പോലെ തോന്നി എനിക്ക് എൻ്റെ നെഞ്ചിലേക്ക്. ആ സമയത്ത് ഞാൻ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടി. അച്ഛന്മാരില്ല, അന്ന് ധ്യാനം നല്ല തിരക്കിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഒരച്ഛൻ പറഞ്ഞു ഇപ്പോൾ വരും. ഒരു പ്രായം ചെന്ന അച്ഛനായിരുന്നു. അച്ഛൻ വന്ന് കുറച്ച് സമയം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ നന്നായിട്ടിരുന്ന് ഒരുങ്ങി ഈശോയോട് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു പൂർണ്ണ കുമ്പസാരം ഞാൻ അന്ന് നടത്തി. അന്ന് ആ കുമ്പസാരക്കൂട്ടിൽ നിന്ന് എൻ്റെ ജീവിതം മാറിയതാണ്. അത് കഴിഞ്ഞ് ഞാനിവിടെ തിരിച്ചു വന്നു. അന്ന് തൊട്ട് ഞാൻ ഈശോയോട് ചേർന്ന് ബൈബിള് വായിച്ച് ആ ഒരു ജീവിതമാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ കണ്ട കുട്ടികളുടെ ജീവിതം എങ്ങനെ അവർ അതനുകരിച്ച് മുന്നോട്ട് പോകുന്നു? ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഒരു തടിക്കഷ്ണവും കണ്ണിലിട്ട് നടന്നയാളാണ് ഞാൻ. ആ സമയത്ത് ഞാൻ ആദ്യം ലേബർ റൂമിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹോസ്പിറ്റലിൽ. അവിടെ നിന്ന് എൻ്റെ ആദ്യം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ ജോലി പോയി. രണ്ടാമത് ജോലി കിട്ടി, പക്ഷേ അതിൽ കുറച്ചും അവരുടെ പുതിയ ഹോസ്പിറ്റലായിരുന്നു. കയറാൻ ഇത്തിരി ഡിലേ വന്ന സമയത്ത് എൻ്റെ വിചാരം ഞാൻ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആളാണ്. കാരണം ഞാൻ മുടങ്ങാതെ ജപമാല ചൊല്ലാറുണ്ട്. ആ ഒരു ഇതിൻ്റെ പേരിൽ ഞാൻ ദൈവത്തോട് അടുത്ത് നിൽക്കുവാണ് എന്നാണ്. ഞാൻ എൻ്റെ ഉള്ളിലെ തിന്മകൾ ഞാൻ കണ്ടിരുന്നില്ല. ആ ഒരു വിചാരമായിരുന്നു എനിക്ക്. അന്ന് അവരെന്നെ വിളിച്ചു പറഞ്ഞു കമ്മിങ് മൺഡേ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ഫോൺ കോൾ എനിക്ക് വന്നു, ഇനിയും ഡിലേ ആകുമെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന്, എനിക്ക് ഓൾറെഡി വീട്ടിൽ ഒറ്റപ്പെടലും കാര്യങ്ങളും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഞാൻ ഓർത്ത്, ദൈവമേ, നമ്മൾ വിളിക്കുന്നത് കേൾക്കാൻ പറ്റാത്തൊരു ദൈവമാണെങ്കിൽ പിന്നെ അങ്ങനെയുള്ളൊരു ദൈവത്തെ എന്തിനു വിളിക്കണമെന്ന് ഓർത്തിട്ട് അവിടെ മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു. കണ്ണി കണ്ടതൊക്കെ കീറിയെറിഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു ഇംഗ്ലീഷ് ബൈബിളും ഒരു മലയാളം ബൈബിളും ഉണ്ടായിരുന്നു, സമ്പൂർണ്ണ ബൈബിള് ചന്ന പിന്നെ ആക്കി കീറി എറിഞ്ഞ ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഇളയ മോക്ക് 1.5 വയസ്സായിട്ടേ ഉള്ളൂ. മൂത്തവന് 2 മക്കളുണ്ട്, ആൺമക്കൾ. അവരിത് കണ്ടിട്ട് ഉറങ്ങുന്ന കൊച്ചിൻ്റെ ബഹളം കേട്ട് ചാടി എണീറ്റ് ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ്. അവർക്ക് മനസ്സിലായില്ല എന്താ നടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഹസ്ബൻഡ് കയറി വരുന്നത്. ഹസ്ബൻഡ് വന്നിട്ട് അത് വളരെ ഭക്തിപൂർവ്വം എടുത്ത് ഓരോ തുണ്ട് പേപ്പറുകളും എടുത്ത് കൂട്ടി സൂക്ഷിച്ച് വെച്ചത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇപ്പം ഞാനിങ്ങനെ ബൈബിള് എനിക്കൊരു ഓഫ് കിട്ടി എൻ്റെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു ഓഫ് കിട്ടിയാൽ അപ്പം ഞാനിരുന്ന് വായിക്കും. കാരണം ഞാൻ അറിഞ്ഞാലാണ് എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക, അവരറിഞ്ഞാലാണ് അവരുടെ കൂടെ ഉള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക. കാരണം എനിക്ക് പറ്റിയ തെറ്റിനി ആർക്കും പറ്റരുത്. അതുകൊണ്ട് ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. എന്നെ ഓരോ ദിവസവും ജീവിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ അപ്പൻ്റെ വാക്കുകളാണ്. കാരണം എനിക്കിപ്പോൾ സിസ്റ്ററിന് ഞാൻ പറയുന്ന കാര്യം എൻ്റെ സൗണ്ടാണെന്ന് സിസ്റ്റർ അറിയുന്നത് എൻ്റെ സൗണ്ട് കേട്ട് സിസ്റ്ററിന് പരിചയമുള്ളത് കൊണ്ടാണ്. അപ്പം ദൈവത്തിൻ്റെ വചനമാണ് നമ്മളോട് സംസാരിക്കുന്നത് ബൈബിളിൽ കൂടെ. ആ സൗണ്ടായിട്ട് നമുക്ക് പരിചയം വരണമെങ്കിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കണം. ഞാൻ എന്ന് വായിച്ചു തുടങ്ങിയോ അന്ന് എൻ്റെ ജീവിതം ചേഞ്ചായി തുടങ്ങിയതാണ്. അതെ, അൻസോൾ ഇപ്പം കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. ശരിക്കും അവർക്കൊരു ഉപദേശം കൊടുത്ത് അവരെ വളർത്തുന്നതിലും നമ്മളിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അവർ കണ്ടിട്ട് ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന മേഖലയെന്ന് വെച്ചാൽ അത് വളരെ വലുതാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ശരിക്കും എൻ്റെ കുട്ടികളിലൂടെ ദൈവം പ്രവർത്തിച്ച മേഖലയെപ്പറ്റി. എൻ്റെ മോൻ ഒരിക്കൽ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് നിന്നു. അന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, എൻ്റെ വീട്ടിലേക്ക് ഒരു ജോലിക്കാരിയെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു. വിസ കിട്ടണം. സാധാരണ നമുക്ക് വിസിറ്റിംഗ് വിസയൊക്കെ 4 ദിവസത്തിനുള്ളിൽ കിട്ടും. ആ സമയത്ത് 14 ദിവസം കഴിഞ്ഞിട്ടും വിസ കിട്ടുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് വിസ കാര്യം അന്വേഷിക്കാനായിട്ട് ഏജൻസിയിലേക്ക് പോകുന്നു. വളരെ വിഷമത്തോടു കൂടിയാണ് പോകുന്നത്. കാരണം ഈ പുള്ളിക്കാരി വന്നിട്ട് മാത്രം വേണം എനിക്ക് ജോലിക്ക് പോകാനായിട്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഏജൻസിയിൽ അന്വേഷിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വിസ റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മോന് അടുത്ത് വന്നിട്ട്, ഞാൻ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ചോദിച്ചു, അപ്പ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ, അപ്പ വളരെ വിഷമത്തോടെയാണ് പോയേക്കുന്നത്, വിസ ഒന്നും റെഡി ആയിട്ടില്ല എന്ന് അവിടുന്ന് വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം ഞാൻ മോനോട് പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യാം, ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന മോൻ ഈ കിച്ചണിൽ തന്നെ നിന്നുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അവനത് ഞാൻ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന ഏറ്റു ചൊല്ലി. ഒരു 5 മിനിറ്റ് താമസം വന്നില്ല. അതിന് മുമ്പ് തന്നെ എന്നെ ഏജൻസിയിൽ നിന്ന്, ഹസ്ബൻഡ് അവിടെ നിൽപ്പുണ്ട്, പക്ഷേ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളുടെ വിസ റെഡിയായെന്ന്. ഞാൻ ശരിക്കും വിചാരിക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ ഒരു അത്ഭുതം, ദൈവം പ്രവർത്തിക്കുന്ന ഓരോ മേഖലകൾ ആ കുഞ്ഞിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട്, അതുപോലെ വീട്ടിലുള്ള മറ്റു കുഞ്ഞുങ്ങളുടെയും വിശ്വാസം വർദ്ധിക്കാനുമായിട്ട് ദൈവം പ്രവർത്തിച്ച ഓരോ മേഖലകൾ. ഏജൻസിക്കാർ വിളിച്ചപ്പം പറഞ്ഞു അത് നേരത്തെ റെഡി ആയിട്ടിരിക്കുമായിരുന്നു. നമ്മുടെ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് എത്ര പ്രാധാന്യമുണ്ടെന്ന് ആ സമയങ്ങളിൽ ഞാൻ ഓർക്കുകയായിരുന്നു.
പിന്നെ അതുപോലെ തന്നെ മക്കളുടെ കാര്യം, മറ്റു പല കാര്യങ്ങൾ, വീട്ടിൽ എന്ത് കാര്യം വന്നാലും പ്രാർത്ഥനയിലൂടെ സാധ്യമാണെന്ന് ആ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മക്കളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തെറ്റുകളൊന്നും ചെയ്തുകൂടാ, തെറ്റ് ചെയ്യാതെ വിശുദ്ധരായിട്ട് ജീവിക്കുക. ഇത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം എൻ്റെ ഹസ്ബൻഡ് കൃപാസനത്തിന് പോകാനായിട്ട് ഒരുങ്ങുന്നു. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, 7 വയസ്സുള്ള മോളാണ്, അവളുടെ അടുത്ത് പറഞ്ഞു, മാതാവിന് വേണ്ടി നീ ഒരു ലെറ്റർ എഴുതി, നിനക്ക് എന്താണ് പറയാനുള്ളത് അത് എഴുതാൻ പറഞ്ഞു. അവളിങ്ങനെ ലെറ്റർ എഴുതിയപ്പോൾ ആ ലെറ്റർ ശരിക്കും എന്നെ ആശ്ചര്യപ്പെടുത്തി കേട്ടോ. അവളിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഐ ലവ് യു ജീസസ്, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ ഒരു തെറ്റും ചെയ്യാൻ ദൈവം എന്നെ ഇടവരുത്തരുത്, ആരെങ്കിലും എന്നെ ഉപദ്രവിച്ചാൽ ഈശോയെ നീ എൻ്റെ കൂടെയുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്ററായിരുന്നു. കാരണം ഞാനത് ചിന്തിക്കുകയായിരുന്നു, 7 വയസ്സുള്ള ഒരു കുട്ടി അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് മുഴുവൻ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ്. അവൾ ഭൗതികമായിട്ടുള്ള ഒരു കാര്യവും അതിൻ്റെ അകത്ത് ചോദിച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും ഞാനത് പറയുമായിരുന്നു, നമ്മളുടെ ജീവിതം കണ്ട് കുഞ്ഞുങ്ങൾ വളർന്ന് വിശുദ്ധിയിലേക്ക് വരണമെന്ന്. ഇപ്പോൾ സിസ്റ്റർ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, മോള് സ്കൂളിൽ അവരെ അഡീഷൻ പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, മമ്മി എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നിൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന, അവളുടെ കഴുത്തിൽ കൊന്തയുണ്ട്, ഇത് അഡീഷൻ്റെ സിമ്പലാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് അഡീഷൻ്റെ സിമ്പലല്ല, ഇറ്റ്സ് മൈ ഗോഡ്. എന്നിട്ട് പറയാണ്, ഈ ഗോഡ് ഞാനും നീയും ചെയ്ത പാപത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് നമ്മളെ മനുഷ്യരായിട്ട് ജീവിച്ച് മനുഷ്യരെല്ലാവരും കൂടെ കുരിശെ തറച്ച് കൊന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് ഇപ്പോഴും എൻ്റെയും കൂടെ ജീവിക്കുന്ന ഗോഡാണ് ഈ കിടക്കുന്നത്, ഇത് അഡീഷൻ്റെ സിമ്പലല്ലെന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ് ആ ഒരു ദൈവം എന്തുമാത്രം ആ മക്കളിലും ഇടപെടുന്നു എന്നുള്ളത്. അതെ അൻസുൽ, ശരിക്കും ഞാൻ പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ പല പ്രശ്നങ്ങൾ, പല സഹനങ്ങളുണ്ടാകും. ഞാൻ ഓർക്കുകയായിരുന്നു സഹനത്തെപ്പറ്റി പറഞ്ഞപ്പോൾ, എൻ്റെ ജീവിതത്തിലും എനിക്ക് ഒത്തിരി സന്തോഷവും അതുപോലെ തന്നെ സഹനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സഹനമുണ്ടായ നിമിഷങ്ങളിലൊക്കെ ഞാൻ ചെറിയ നാളിൽ പഠിച്ച ആ പ്രാർത്ഥനാശീലം എനിക്ക് എന്നും ഉപകാരപ്പെട്ടിട്ടേ ഉള്ളൂ. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടായാലും പോയി റൂമിൽ കയറി കതക് അടച്ചിട്ടിട്ട് ഈശോയോട് പ്രാർത്ഥിക്കും. ആ കുരിശിൽ മരിച്ച് ഈശോയ്ക്ക് സമർപ്പിച്ച് കഴിഞ്ഞ് തിരിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സന്തോഷവതിയായിട്ടാണ് വരുന്നത്. അതും മക്കൾ കണ്ടാണ് ജീവിക്കുന്നത്. എപ്പോഴും ഞാൻ ഓർക്കുന്നത്, ഈ സഹനത്തെ ഞാനിപ്പോൾ സ്നേഹിക്കുകയാണ്. കാരണം സഹനമില്ല എങ്കിൽ നമ്മൾ ഈശോയോട് അടുക്കത്തില്ല. എല്ലാ കാലങ്ങളിലും ഓരോ സഹനങ്ങളും വരുന്നതിന് ഞാൻ പറയുമ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു നോയമ്പ് കാലം വരുന്നു, അതിനൊക്കെ മുമ്പ് എനിക്ക് സഹനങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞാൻ അത്ര ഒരുക്കത്തോടു കൂടി ആ നോയമ്പ് കാലം ആചരിക്കാനും അതിലൂടെ ഈശോയുടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ കിട്ടിയ നാളുകളാണ്. അതുകൊണ്ട് സഹനം എപ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നതിനുള്ള അടയാളമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അൻസോളിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ സഹനങ്ങൾ അതുവഴി ഈശോയെ അനുഭവിച്ച മേഖലകൾ പറയാനുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന സഹനം മെയിനായിട്ടും അതാണ്, ഒരു ശാരീരികമായിട്ടുള്ള ഒരു സഹനം വന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങളുടെ കൂട്ടുകുടുംബമാണ്. ആദ്യകാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, ഞാൻ മാറിയപ്പോൾ ചുറ്റുപാട് മൊത്തം മാറി. കാരണം ആദ്യം വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഞങ്ങളെല്ലാം വില്ലയാണ്, അപ്പോൾ ഹാളിൽ ഒത്തിരി സ്പേസ് ഉണ്ട്. അവരവരുടെ ഫാമിലി ആയിട്ടിരുന്നായിരുന്നു കുരിശ് വരച്ചുകൊണ്ടിരുന്നത് സന്ധ്യാപ്രാർത്ഥനയ്ക്ക്. അപ്പോൾ അതൊരു ക്രിസ്മസ് കാലമായിരുന്നു. പെട്ടെന്നൊരു തോന്നൽ, എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് നിലത്തിരുന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു പ്രെയർ മാറ്റ് വിരിച്ച് ഞങ്ങൾ ആ ക്രിസ്മസ് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എല്ലാവരും ഒരുമിച്ചിരുന്ന്. ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന ആദ്യം ചൊല്ലുന്നത് നമ്മുടെ ലത്തീൻ കുർബാനയിലെ അനുതാപ കീർത്തനം സർവശക്തനായ ദൈവത്തോടെന്ന് പറഞ്ഞുള്ള ആ പ്രാർത്ഥന ചൊല്ലിയാണ് തുടങ്ങുന്നത്. കാരണം ഒരു ദിവസം നമ്മൾ ഒരുപാട് പാപങ്ങൾ അറിഞ്ഞോ അറിയാതെയും ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈശോയുടെ കയ്യിൽ കൊടുത്ത് സമർപ്പിച്ചാണ് സന്ധ്യാപ്രാർത്ഥന തുടങ്ങുന്നത്. അതുപോലെ ഒരു സങ്കീർത്തനങ്ങൾ 68:1, ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. കാരണം ഇത് ഒരുപാട് ഭിന്നതകൾ മാറ്റുന്ന ഒരു വചനമാണ്. ഇത് ചൊല്ലി മിഖായേൽ മാലാഹയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചിട്ടാണ് സന്ധ്യാപ്രാർത്ഥന തന്നെ തുടങ്ങുന്നത്. പിന്നെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആരെങ്കിലും ഒരു കൂടുതൽ വഴക്ക് ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന കാണുവാണെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞു പറയും ചൊല്ലി പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം തൊട്ട് കുടുംബത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ സഹോദരങ്ങൾ 4 പേരാണ്. 4 പേരുടെ ഞങ്ങൾ ഭാര്യമാർ കുടുംബങ്ങളെ ദത്തെടുത്ത് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ മൂത്തയാളാണ്, ഇളയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഒരുപാട് ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും. ഒരു കുടുംബമായിട്ട് അത്ര വലിയ ആൾക്കാരുടെ കൂടി താമസിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും നല്ലൊരു സഹനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മേഖല ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, സഹനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ വിശുദ്ധ റീത്ത പുണ്യവതി
അവളുടെ ഹസ്ബൻഡിൽ നിന്ന് ഒത്തിരി ക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം അവൾ പ്രാർത്ഥിച്ചിരുന്നത് ഈശോയോട് ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഒത്തിരി നന്മകൾ ആ മകന് വേണ്ടി വാങ്ങിച്ചു കൊടുത്ത ഒരു റീത്ത പുണ്യവതിയാണ് നമുക്കുള്ളത്. അവൾ ഇങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചത്: എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, അത് എല്ലാം എൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയാണ് എന്നാണ് ആ മകൾ പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു, ഈ ഒരിക്കൽ ബൈബിള് വലിച്ചെറിഞ്ഞ അൻസോൾ ഇന്നിപ്പോൾ ബൈബിളിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കുമ്പോൾ ആ പ്രാർത്ഥനയും സഹനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എന്നും മാതൃകയായിട്ട് ആയിത്തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചേച്ചി, എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശരി. കാരുണ്യവാനായ ഈശോയെ, ഇന്ന് ഞങ്ങളിവിടെ ആയിരിക്കുവാനും നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് അങ്ങ് തന്ന ഈ വലിയ സമയത്തെ ഓർത്ത് യേശുവേ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് വിട്ടു തരുന്നു. ഞങ്ങളുടെ ജോലി മേഖലയെയും ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഞങ്ങൾ അങ്ങയുടെ ഹിതം അറിയുവാനും ആ ഹിതം അറിഞ്ഞുകൊണ്ട് അനേകർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് ലോകമെമ്പാടും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് മാറുവാനും ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, റീത്ത പുണ്യവതിയെപ്പോലെ സഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രാർത്ഥനയിലൂടെ ചേതനത്തിലൂടെ ഞങ്ങൾ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കുമാറാകണമേ. മാതാവേ, നിൻ്റെ മാധ്യസ്ഥം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമാറാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവസ്നേഹാനുഭവത്തിലും ദൈവവചനത്തിൻ്റെ ആനന്ദത്തിലും ജീവിക്കുന്ന ഈ നഴ്സുമാരെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ രോഗികളെയും ഒരു നല്ല ശമറായിൻ്റെ മനോഭാവത്തോടു കൂടി ശുശ്രൂഷിക്കുവാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.